ജോൺ പാട്രിക് പറഞ്ഞു, വേദന മനുഷ്യനെ ചിന്തിപ്പിക്കുന്നു. ചിന്ത മനുഷ്യനെ ജ്ഞാനിയാക്കുന്നു. ജ്ഞാനം ജീവിക്കാൻ ശക്തി നൽകുന്നു. വേദനകളും മാനസിക മുറിവുകളും ഏൽക്കാത്ത മനുഷ്യരില്ല. ആ സമയത്തൊക്കെ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ അളവ് ഒരുപക്ഷെ ആർക്കും അറിയില്ലായിരിക്കും. ആ കണ്ണുനീരിൽ തെളിഞ്ഞു വന്ന മഴവില്ല് സന്തോഷത്തിൻ്റെ പൂക്കളായി പിന്നീട് മാറി. രത്നമുരച്ച് അതിൻ്റെ തിളക്കം കൂട്ടുന്നു. മനുഷ്യൻ വേദനകളിലൂടെ പരിപൂർണനാകുന്നു എന്നൊരു ചൈനീസ് മൊഴിയുണ്ട്. ഒരിക്കൽ ഒരു രാജാവിന് ഒരാൾ ഒരു രത്നക്കല്ല് സമ്മാനമായി കൊടുത്തു. പക്ഷേ രത്നക്കല്ലിൽ തനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായെങ്കിലും അതിലുള്ള ഒരു പോറൽ രാജാവിനെ വളരെ അസ്വസ്ഥനാക്കി മാറ്റി. അതിൻ്റെ ആ പോറൽ ഒന്ന് മാറ്റുവാൻ പലരും ശ്രമിച്ചു. പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല. 3 ദിവസത്തെ സമയം കൊടുത്താൽ ആ പോരായ്മ മാറ്റിത്തരാമെന്ന് രാജാവിനെ ഒരാൾ അറിയിക്കുകയും ചെയ്തു. രാജാവിന് വളരെ സന്തോഷമായി. രാജാവ് അത് സമ്മതിച്ച് രത്നം അയാളെ ഏൽപ്പിച്ചു. പറഞ്ഞതുപോലെ 3-ാം ദിവസം തന്നെ ആ രത്നക്കല്ലുമായി അയാൾ രാജസന്നിധിയിലെത്തി. ആ രത്നക്കല്ല് രാജാവിന് മടക്കി കൊടുത്തു. രാജാവ് ആ രത്നക്കല്ലിനെ തിരിച്ചു മറിച്ചു നോക്കി. വളരെ സന്തോഷം കൊണ്ട് താൻ നിറയുവാനിടയായി. അതിൽ ആ പോറല് കാണുവാനേയില്ല. പോറലിൻ്റെ സ്ഥാനത്ത് ഒരു പുഷ്പത്തിൻ്റെ തണ്ടായി അത് രൂപപ്പെട്ടത് കണ്ട് രാജാവ് സന്തോഷത്തോടെ അത്ഭുതപ്പെട്ടു. ആ മനുഷ്യനെ അത്യധികം അദ്ദേഹം അഭിനന്ദനം ചെയ്തു. നമ്മുടെ വേദനകളിലും ഇതുപോലെ സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിയിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സാഫല്യമായി. വേദനകളില്ലാത്ത മനുഷ്യനില്ല. ഹൃദയത്തിൽ മുറിവുകൾ തട്ടാത്ത ജീവിതങ്ങളില്ല. നിസ്സാരമായ ഒരു പോറൽ മതി മനസ്സിൻ്റെ താളത്തെ തെറ്റിക്കുവാൻ. നമ്മുടെ മനസ്സിൻ്റെ ആവലാതി കാണുവാൻ ഒരുപക്ഷെ ആരും കണ്ടു എന്ന് വരികയില്ല. ആ സ്ഥാനത്ത് നമ്മുടെ വേദനകളിൽ സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിയിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ജീവിതത്തിൽ വന്നുപോയ പോറലുകൾ ഒരുപിടി പുഷ്പങ്ങളുടെ തണ്ടായി മാറ്റിയാൽ പിന്നീട് സൗരഭ്യം പരത്തുന്നവരായി നമുക്ക് തീരാം. പ്രശ്നങ്ങളെയും വേദനകളെയും വിജയത്തിൻ്റെ പദ്ധതികളാക്കി മാറ്റുവാൻ ശക്തി ആർജിച്ച് നമുക്ക് മുന്നേറാം. വേദനകളിൽ ഇറങ്ങി വരുന്ന, ഹൃദയം നുറുങ്ങുമ്പോൾ തളർന്നു പോകാതെ നമ്മെ കാത്ത് സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാകുന്നു. മനസ്സ് തകർന്നവരെ ആ കർത്താവ് ആശ്വസിപ്പിക്കും.